കള്ളനാണ്, വളരെ വികൃതിക്കാരൻ. ഗ്രാമത്തിൽ ചെയ്യുന്നു മോഷണം ചെറുത് വലുതെന്ന്. അബ്ദുൾ കണ്ടുപിടിച്ചു ഒരു മാന്ത്രിക സ്പൂണ്. സത്യം അത് കാണിച്ചു കൊടുത്തു. മോഷണമെല്ലാം പുറത്തു വന്നത്രേ. ഇപ്പോൾ ഗ്രാമത്തിന് തിരികെ കിട്ടി സന്തോഷങ്ങളുടെ ദിവസം. ഈ കളിക്കായി കിട്ടി സത്യത്തിനുള്ള സമ്മാനം. ഒരു ഗ്രാമത്തിൽ മാധവ് എന്ന് പേരുള്ള ഒരു കള്ളനുണ്ടായിരുന്നു. അവൻ വളരെ തന്ത്രപരമായി മോഷ്ടിക്കും. ഇതുവരെ അവന്റെ മോഷണം ആർക്കും പിടിക്കാനായില്ല. വയറ്റിലെ എലി ഓടിക്കൊണ്ടിരിക്കുന്നു. രാധ, വേഗം തന്നെ ചൂടുള്ള ഭക്ഷണം കൊണ്ടുവാ. സംസാരിക്കുന്നത് കണ്ടില്ലേ, എന്തോ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് വന്നതുപോലെ. നിങ്ങൾ മോഷ്ടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് മാധവ്. മോഷണവും ഒരു ജോലിയാണെന്ന് അറിയുമോ രാധ? ഈ കാസ്ലിയുള്ള ഡ്രസ്സ്, TV, ഫ്രിഡ്ജ്, വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മോഷ്ടിച്ച കാശ് വെച്ചാണ് വാങ്ങിയത്. ഈ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ എന്നെ വെറുപ്പോടെ നോക്കുന്നല്ലോ. അതിനെന്ത് പറയാനാ? ഞാൻ പറയുന്നത് കേൾക്ക്. ഇതെല്ലാം നീ നിർത്തിക്കോ. അങ്ങനെ കൈയും കളവുമായി പിടിപെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. പിച്ചും പറയുന്നത് നിർത്തരാതാ. ഇതുവരെ എന്നെ ആരും പിടിച്ചിട്ടും ഇല്ല, ഇതിനുശേഷം പിടിക്കാൻ പോകുന്നതും ഇല്ല. ഗ്രാമത്തിലെ എല്ലാ വീട്ടിലെയും മോഷ്ടിച്ചു. പക്ഷേ ഞാൻ അതിനെ എങ്ങനെ മറച്ചു വെക്കുന്നതിന് ആരെ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. രാധയ്ക്ക് മനസ്സിലായി. എത്രത്തോളം തന്റെ ഭർത്താവിനോട് പറഞ്ഞാലും അവന് മനസ്സിലാവില്ലെന്ന്. കഴിച്ചു കഴിഞ്ഞതും മാധവ് തന്റെ വീടിന്റെ വാതിൽക്കൽ ചെന്നിരുന്നു. ഈ ഗ്രാമത്തിലെ അടുത്ത് ആരുടെ വീട്ടിലാണ് മോഷ്ടിക്കേണ്ടത്? അല്ല, ഇത് സുഖ്ദേവിന്റെ വീടല്ലേ? ഞാൻ മറന്നുപോയി. അവന്റെ മോള് ഗൗരിക്ക് കല്യാണം നടക്കാൻ പോകുന്നതല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അടുത്ത മോഷണം അവിടെയാണ് നടക്കാൻ പോകുന്നത്. അടുത്ത ദിവസം രാത്രി സാഹചര്യം കിട്ടിയതും മാധവ് സുഖ്ദേവിന്റെ വീട്ടിനകത്തേക്ക് കയറി. സുഖ്ദേവ് വലിയ ആളെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടല്ലേ? ഇന്ന് ഒരു വലിയ ദിവസമാണ്. അടുത്ത ദിവസം രാവിലെ ഗൗരി തന്റെ റൂമിലേക്ക് ചെന്നപ്പോൾ അവളുടെ സ്വർണം കാണാതായത് കണ്ട് അവൾ ഞെട്ടിപ്പോയി. അച്ഛാ, സ്ത്രീധനം കൊടുക്കേണ്ട സ്വർണം കാണാനില്ല. ദൈവമേ, ഞാൻ മോശം പോയല്ലേ. ഇതിനു ശേഷം എന്റെ മോൾക്ക് ഞാൻ എങ്ങനെ കല്യാണം ചെയ്യാനാ? സുഖദേവ് കരഞ്ഞുകൊണ്ട് കളവ് പോയ കാര്യം ഗ്രാമത്തിലെ ജനങ്ങളോട് പറയാനായി ഓടി. സുഖദേവ്, നിന്റെ വീട്ടിൽ മോഷണം നടന്നപ്പോൾ മാധവ് നിന്റെ വീട്ടിൻ്റെ അടുത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഗ്രാമത്തിലെ ആൾക്കാർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവനാണ് എല്ലാ വീട്ടിലും മോഷ്ടിക്കുന്നത്. തലവൻ സാറേ, എന്നെ സഹായിക്കൂ. ഒരുപക്ഷെ എന്റെ മോളുടെ കല്യാണം നിന്നു പോയാൽ അതിനുശേഷം എന്നെ കൊണ്ട് ജീവനോട് ഇരിക്കാൻ പറ്റില്ല. നേതാവ് ആഴ്ന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇതിന് ഒരു വഴി മാത്രമാണുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യാം. ഗ്രാമത്തിലെ നേതാവും സുഖദേവും മാധവിനെതിരായി മോഷണ കേസ് ഫയൽ ചെയ്തു. ഇന്നലെ രാത്രി സുഖ്ദേവ് വീട്ടിൽ മോഷണം നടത്തിയിട്ടുണ്ട്. നിന്നെയാണ് സംശയിക്കുന്നത്. ഞാനാണ് മോഷ്ടിച്ചതിന് ഇവരുടെ അടുത്ത് എന്ത് ആധാരമാണുള്ളത്? ഞാൻ മോഷ്ടിക്കുമ്പോൾ ഇവർ വന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷേ മോഷണം നടന്ന ദിവസം ഇവൻ എന്റെ വീട്ടിന്റെ അടുത്താണ് ഉള്ളത്. ഒരു മുഖ്യമായ ജോലി കാരണം ഞാൻ ആ വശത്ത് പോയത്. അതിനു വേണ്ടി ഞാൻ മോഷ്ടിച്ചെന്നാവുമോ? ഇവിടെ നോക്കൂ, എവിഡൻസ് ഇല്ലാതെ എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കോർട്ടിൽ നിങ്ങൾക്കാണ് പ്രശ്നമുണ്ടാവും. ഇൻസ്പെക്ടർ ശരിക്കും പേടിച്ചു പോയി. ഇദ്ദേഹം ശരിയാണ് പറയുന്നത്. ഏതൊരു എവിഡൻസും ഇല്ലാതെ എന്നെ കൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനാണ് നിന്റെ വീട്ടിൽ മോഷ്ടിച്ചത്. അത് നിനക്കും അറിയും, ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയും. പക്ഷേ എനിക്കെതിരായിട്ട് ആരുടെ അടുത്തും ആധാരമില്ലല്ലേ? മര്യാദയ്ക്ക് എന്റെ വീട്ടை വിട്ട് പുറത്തു പോയേക്ക്. നേതാവും സുഖദേവും പുറത്തേക്ക് വന്നു. ഇപ്പോൾ എനിക്കും എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ മാധവിനെ എപ്പോഴും ആരെ കൊണ്ടും പിടിക്കാൻ പറ്റില്ല. സുഖദേവ് വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നതും തന്നെ അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹം കരയുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മകൾ ഗൗരിയും കരഞ്ഞു. അച്ഛാ, ഇനി എന്റെ കല്യാണം എങ്ങനെ നടക്കും? ഒരുപക്ഷെ കല്യാണം ഇതോടെ നിന്നു പോയാൽ അതിനുശേഷം എന്നെ കൊണ്ട് തല നിമിർന്ന് നടക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവിടേക്ക് സുഖദേവിന്റെ മകൻ അതുൽ വന്നത്. അവൻ സിറ്റിയിൽ നിന്നും വന്നിരിക്കുകയാണ്. അച്ഛാ, ഞാൻ എന്ത് കേട്ടിട്ടുണ്ട്? നമ്മളുടെ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ടോ? സുഖദേവ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അതുലിനോട് പറഞ്ഞു. പിന്നെ സങ്കടത്തോടെ തന്റെ കഴിവില്ലായ്മയെക്കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ഗൗരി കല്യാണം നടക്കില്ലാന്ന് തോന്നുന്നു മോനെ. ഇതിനു ശേഷം നമ്മളെ കൊണ്ട് തല നിമിർന്ന് നടക്കാൻ പോലും പറ്റില്ല. അതുൽ തന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് മനസ്സിനകത്ത് ഒരുപാട് വേദനിച്ചു. അച്ഛാ, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കൂ. നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്തോളൂ.
നമ്മൾ എല്ലാവരും ചേർന്ന് തീർച്ചയായിട്ടും ഒരു വഴി കണ്ടുപിടിക്കാം. ഗൗരിക്ക് തീർച്ചയായിട്ടും കല്യാണം നടക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് അതുൽ വീട്ടിൽ നിന്നും പുറത്തു വന്നു. എന്നിട്ട് വീട്ടിന് പുറത്ത് ഒരു മരത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു. ഏത് നടന്നാലും ശരി, ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ പാടില്ല. എൻ്റെ വീട്ടിൽ ആരാണ് മോഷ്ടിച്ചതെന്ന കാര്യം ഞാൻ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും. ആ തേടേണ്ട അടുത്ത് ഞാൻ എത്തിയേക്കും. പക്ഷേ അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഗ്രാമത്തിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം മോഷ്ടിക്കുന്നത് മാധവിനെ തവിര വേറെ ആരുമില്ല എന്ന്. പക്ഷേ ഇതുവരെ മാധവിനെതിരായിട്ട് ഏതൊരു എവിഡൻസും കിട്ടിയിട്ടില്ലായിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് അതുൽ മരത്തിനടിയിലിരുന്ന് ആഴ്ന്നു ചിന്തിക്കുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി ആ ഗ്രാമത്തിലുള്ള ഒരു വയസ്സായ മുത്തശ്ശി വന്നത്. അവർ അതുൽ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ടു. മോനെ അതുൽ, നീ നഗരത്തിൽ നിന്നും എപ്പോഴാണ് വന്നത്? പിന്നെ ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ ആഴ്ന്നു ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ തന്നെ പറയൂ അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ അച്ഛനും അനിയത്തിയും കരയുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ലായിരുന്നു. അതുലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൻ നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു. നിന്റെ വീട്ടിൽ മോഷണം പോയ കാര്യം ഞാനും അറിഞ്ഞു. അതറിഞ്ഞതും എനിക്ക് വല്ലാതെ വിഷമം തോന്നി. കാരണം സുഖദേവ് ഗൗരിയുടെ കല്യാണത്തെ ഓർത്ത് ഒരുപാട് സന്തോഷിച്ചിരുന്നു. പാവം, അദ്ദേഹത്തിന് ഇത് താങ്ങാനായി കാണില്ല. പിന്നെ ഗൗരിയുടെ അവസ്ഥയും എന്താണെന്ന് അറിയില്ലല്ലോ. വയസ്സായ മുത്തശ്ശി ഒന്ന് ആഴ്ന്നു ചിന്തിക്കാൻ തുടങ്ങി. രാജാവ് വിക്രമിന്റെ ആ പാരമ്പര്യ കരണ്ടി മാത്രം എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ മാധവിനെ ഇത്ര പെട്ടെന്ന് രക്ഷപ്പെടാനാവില്ലായിരുന്നു. ആ പാരമ്പര്യ കരണ്ടി ഉപയോഗിച്ച് മാധവി ഗ്രാമത്തിൽ എന്തൊക്കെ മോഷണം നടത്തിയോ അത് അവൻ തന്നെ തന്റെ വായ് കൊണ്ട് സമ്മതിക്കും. ഇത് കേട്ടതും അതുൽ ശരിക്കും ആശ്ചര്യപ്പെട്ടു. അങ്ങനെ എന്ത് കറണ്ടിയാണുള്ളത് അമ്മേ? ഇതുപോലെ നടക്കുമോ എന്തോ? ഈ ഗ്രാമത്തിലെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇതറിയാവൂ. ഞങ്ങളുടെ കുടുംബം രാജാവ് വിക്രമിന്റെ കുടുംബവുമായി ബന്ധമുള്ളതായിരുന്നു. ഒരുപാട് വർഷങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിൽ ഇക്കാര്യം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങളുടെ പാരമ്പര്യത്തിൽ രാജാവ് വിക്രം എന്നു പേരുള്ള ഒരു രാജാവുണ്ടായത്രേ. ഒരിക്കൽ ഏതോ ഒരു സ്വാമിജി വളരെ സന്തോഷപ്പെട്ട് അദ്ദേഹത്തിനൊരു മാന്ത്രിക കരണ്ടി സമ്മാനമായി കൊടുത്തത്രേ. ആ മാന്ത്രിക കരണിയുടെ സവിശേഷത എന്തെന്നാൽ ആ സ്പൂണ് കൊണ്ട് ആർക്കെങ്കിലും ആഹാരം നൽകിയാൽ ആ മനുഷ്യന്റെ മുഖം കുറച്ചു സമയത്തിന് വൃത്തികേടായി മാറുമത്രേ. ആ സ്പൂണും കറുപ്പാകുമെന്ന്. പിന്നെ ആ മനുഷ്യൻ ചെയ്ത വൃത്തികെട്ട പ്രവൃത്തിയൊക്കെ എല്ലാരും അറിയുമെന്ന്. കുറച്ചു സമയത്തിന് ശേഷം ആ മനുഷ്യൻ അവൻ ചെയ്ത തെറ്റായ കാര്യങ്ങളൊക്കെ തന്റെ വായ കൊണ്ട് താൻ തന്നെ സമ്മതിക്കുമെന്ന്. ഇത് കേട്ടിട്ട് അതുൽ വീണ്ടും ഞെട്ടിപ്പോയി. ഒരുപക്ഷെ ഇത് എന്തെങ്കിലും കട്ടുകഥയായിട്ടുണ്ടാവാം. ഈ കാര്യത്തിൽ ഏത് സത്യമാണെന്ന് ആർക്കറിയും? ആരെങ്കിലും വിശ്വസിക്കുന്നോ ഇല്ലയോ? പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാരും പറയുന്നു ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ കൊട്ടാരം ഇവിടെ നിന്നും കുറച്ച് ദൂരെയാണ് ഉള്ളതെന്ന്. ഇപ്പോൾ അത് പഴയതായി കഴിഞ്ഞെന്ന്. മുൻപൊക്കെ യാത്രക്കാർ അവിടേക്ക് വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ കാട്ടിലെ മൃഗങ്ങൾ മാത്രമാണുള്ളത്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ വയസ്സായ മുത്തശ്ശി അവിടെ നിന്നും പോയി. അതുൽ ഇപ്പോൾ വീണ്ടും ആഴ്ന്നു ചിന്തിക്കാൻ തുടങ്ങി. ഞാനും ഒരു പ്രാവശ്യം ആ കറണ്ടിനെ കണ്ടുപിടിക്കാനായിട്ട് ആ കൊട്ടാരത്തിന്റെ അകത്ത് പോയേ പറ്റുള്ളൂ. ആർക്കറിയും ഈ അമ്മ പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ടാവുമല്ലേ? ഒരുപക്ഷെ എനിക്ക് ആ പാരമ്പര്യ കറണ്ടി കിട്ടിയാൽ അപ്പോൾ മാധവിനെ കൊണ്ട് അവൻ ചെയ്ത തെറ്റിനെ ഏൽപ്പിക്കാൻ പറ്റും. രാത്രി സമയത്ത് അതുൽ ആ കാട്ടിനകത്തേക്ക് ചെന്നു. പിന്നെ ആ പഴയ കൊട്ടാരത്തിനകത്തേക്ക് ചെന്നു. ഞാൻ എത്ര വലിയ മണ്ടനായിട്ടിരിക്കുന്നു. ഈ കൊട്ടാരത്തിന്റെ അകത്ത് 1000 വർഷം പഴയ ആ കറണ്ടിനെ തേടി വന്നിട്ടുണ്ട്. ആരുമില്ലാതെ കൊട്ടാരത്തിൽ നീ എന്താ ചെയ്യുന്നത്? അതുൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വാമിജിയോട് പറഞ്ഞു. ആ മുത്തശ്ശി നിന്റെ അടുത്ത് സത്യമാണോ പറഞ്ഞിട്ടുണ്ട്? പക്ഷേ അവര് നിന്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. രാജാവ് വിക്രമിന്റെ ആ കരണ്ടി പീഡിതർ പീഡി കുടുംബത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നു. പക്ഷേ രാജാവ് ഭൈരവ് കാലം വന്നപ്പോൾ അപ്പോൾ ആ കരണ്ടി പെട്ടെന്ന് മോഷ്ടിക്കപ്പെട്ടു. രാജാവ് ഭൈരവിന് 2 കുട്ടികളാണ്. അവർ ആ കരണ്ടി വെച്ചിട്ട് ആ 2 കുട്ടികൾക്കും ഭക്ഷണം ഊട്ടിവിട്ടു. കാരണം അവർ അറിയണമെന്ന് വിചാരിച്ചു. ആ 2 കുട്ടികളിൽ മഹാരാജാവാകുന്ന തകുതി ആർക്കാണുള്ളതെന്ന് അറിയണമെന്ന് വിചാരിച്ചു. പക്ഷേ ആ കരണ്ടി മോഷ്ടിക്കപ്പെട്ടു. പിന്നെ രാജാവ് ഭൈരവിന്റെ വലിയ മകൻ അശോക് ആ സിംഹാസനത്തിൽ ഇരുന്നു. സിംഹാസനം ഏറ്റതിനു ശേഷം ആ അശോക് ആദ്യത്തെ ജോലിയായിട്ട് തന്റെ അനിയന് മരണശിക്ഷ വിധിച്ചു. അപ്പോൾ ആൾക്കാർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ കരണ്ടീനെ രാജാവ് ഭൈരവിന്റെ വലിയ മകൻ അശോകാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു. അന്നു മുതൽ ആ കരണ്ടി ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ഇത് കേട്ടതും അതുൽ ഞെട്ടിപ്പോയി.
എന്ന് വെച്ചാൽ ആ പാരമ്പര്യ കരണ്ടി ആ അശോക് രാജാവിൻ്റെ അടുത്താണോ ഉള്ളത്? നീ ഇഷ്ടപ്പെട്ടാൽ എന്നെ കൊണ്ട് നിനക്ക് സഹായം ചെയ്യാൻ പറ്റും. ആ കരണ്ടി ഇരുന്ന കാലത്തിലേക്ക് എന്നെ കൊണ്ട് നിന്നെ അഴിച്ചുവിടാൻ പറ്റും. പക്ഷേ ഓർമ്മിച്ചോളൂ, ഒരു പക്ഷേ രാജാവ് വിക്രമന്റെ ആ പാരമ്പര്യ കരണ്ടിയെ കണ്ടുപിടിക്കാൻ നീ വിട്ടാൽ പിന്നെ ആ കാലത്തിൽ നിന്നും നിന്നെ കൊണ്ട് തിരിച്ചു വരാൻ പാടില്ല. ഒരു പക്ഷേ ആ കൊട്ടാരത്തിൽ നീ ഇരിക്കുമ്പോൾ ആരെങ്കിലും നിന്നെ പിടിച്ചാൽ നിന്റെ ജീവൻ പോലും പോയേക്കും. അതുൽ ആഴ്ന്ന് ചിന്തിക്കാൻ തുടങ്ങി. ശരിക്കും അങ്ങനെയൊക്കെ നടക്കുമോ? ഈ ആപത്തിനെ ഏൽക്കാൻ നീ തയ്യാറായിട്ടിരുന്നാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതുൽ കുറച്ചു സമയം ആലോചിച്ചു. എന്നിട്ടൊരു തീരുമാനമെടുത്തു. ശരി, ഞാൻ തയ്യാറായിട്ടുണ്ട്. സ്വാമിജി മന്ത്രങ്ങൾ പറഞ്ഞു. പിന്നെ അടുത്ത ക്ഷണം തന്നെ അതുലിനെ ഇങ്ങനെ തോന്നാൻ തുടങ്ങി. അതായത് അവൻ കാറ്റത്ത് പറന്ന് എവിടെയോ ദൂരെ പോകുന്നത് പോലെ തോന്നി. കുറച്ചു സമയത്തിന് ശേഷം അതുലിന്റെ കണ്ണുകൾ തുറന്നതും താൻ ഒരു കൊട്ടാരത്തിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. ആരാണ് നീ? നീ ഏതുപോലെ വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്? വീരന്മാരെ കണ്ടതും അതുൽ പേടിച്ചുപോയി. ഞാൻ ആ കാലത്തിലേക്ക് വന്നു എന്ന് തോന്നുന്നു. പേടിച്ചുപോയി അതുൽ ആ വീരന്മാരിൽ നിന്നും തന്നെ രക്ഷിക്കാനായി കൊട്ടാരത്തിനകത്തേക്ക് ഓടാൻ തുടങ്ങി. അതുൽ അങ്ങനെ ഓടി ഓടി ഒരു മുറിക്കകത്ത് ചെന്നു. രാജസിംഹാസനത്തിൽ ഞാനാണ് ഇരിക്കുന്നത്. ഈ കാരണം കൊണ്ടും എൻ്റെ അനിയൻ വീരനെ ആ സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒരു പക്ഷേ ഈ കരണ്ടി കൊണ്ട് എനിക്ക് ഭക്ഷണം കൊടുത്താൽ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും എല്ലാവരും അറിഞ്ഞു പോകും. അതിനുശേഷം എന്നെ കൊണ്ട് എപ്പോഴും രാജാവാൻ പറ്റില്ല. ഇതാണ് ആ പാരമ്പര്യ കരണ്ടി. ഞാൻ ഇതിനെ അതുപോലെ ഒരു സ്ഥലത്തിൽ മറച്ചു വെക്കണം. ആർക്കും ഇത് എവിടെ ഇരിക്കുന്ന കാര്യം അറിയാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അശോക് നേരെ കൊട്ടാരത്തിലെ അടുക്കളയിലേക്ക് ചെന്നു. ഇപ്പോൾ ഈ കരണ്ടി ഇവിടെയാണ് ഉണ്ടാവണം. ഇങ്ങനെ പറഞ്ഞിട്ട് അശോക് അവിടെ നിന്നും പോയി. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആ കരണ്ടിനെ അടുക്കളയിലാണ് മറച്ചു വെച്ചിരിക്കുന്നത്. അതുൽ ആ കരണ്ടി കയ്യിലെടുത്തതും തന്നെ വർണ്ണ നിറത്തിലുള്ള പ്രകാശം വന്നു. എന്നിട്ട് അവൻ നേരെ തന്റെ കളത്തിലേക്ക് തിരികെ വന്നു. അതുൽ നടന്ന കാര്യങ്ങൾ സ്വാമിജിയോട് പറഞ്ഞു. ഇപ്പോൾ ഈ പാരമ്പര്യ കരണ്ടി സഹായം കൊണ്ട് നീ ശരിക്കുമുള്ള കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുൽ നേരെ തന്റെ വീട്ടിലേക്ക് ഓടി. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്റെ അച്ഛൻ സുഖദേവിനോട് പറഞ്ഞു. അതുൽ സുഖദേവിനെ വിളിച്ചുകൊണ്ട് നേരെ ഇൻസ്പെക്ടറിനെ കാണാൻ ചെന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു. ശരി, സത്യം പറയൂ, നീയാണ് ആ കള്ളൻ? ഇതുവരെ ഗ്രാമത്തിൽ എത്ര മോഷണങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം ചെയ്തത് നീയല്ലേ? മോഷ്ടിച്ച സാധനങ്ങളെല്ലാം എവിടെ ഉണ്ട്? നിങ്ങൾ എന്താ പറയുന്നത്? ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. ഒരു പക്ഷേ മോഷ്ടിച്ചത് ഞാനെന്ന് പറഞ്ഞാൽ ആധാരം കാണിക്കൂ. ഇൻസ്പെക്ടർ ചൂടുള്ള പായസം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനാണ് നിന്നെ പറ്റി തെറ്റായിട്ട് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരി, ഈ പായസം കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോയേക്ക്. മാധവ് പാരമ്പര്യ കരണ്ടി കൊണ്ട് ആ പായസം കഴിച്ചതും തന്നെ അവന്റെ മുഖം വികാരമായി മാറി. മാധവ് എല്ലാ മോഷണത്തെക്കുറിച്ചും പറയാൻ തുടങ്ങി. പിന്നെ ഇതിനെയും പറഞ്ഞു, മോഷ്ടിച്ച സാധനങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കുന്നെന്ന്. അതിനുശേഷം അവൻ മയങ്ങി വീണു. ഇൻസ്പെക്ടർ ഉടനെ അവിടേക്ക് ചെന്നു. കുറച്ചു സമയത്തിനകം അവൻ മോഷ്ടിച്ച എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് തിരികെ വന്നു. ഇതെല്ലാം ഞാൻ മോഷ്ടിച്ച സാധനങ്ങളാണ്. ഇത് എങ്ങനെ ഇവിടെ വന്നു? ഇൻസ്പെക്ടർ ആ വീഡിയോ കാണിച്ചു. അതിൽ മാധവ് താൻ ചെയ്യുന്ന മോഷണം അത്രയും തന്നെ സമ്മതിച്ചു. മാധവിന് ഇത് വിശ്വസിക്കാനേ ആയില്ല. അതായത് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന്. ഇൻസ്പെക്ടർ മാധവിനെ എന്നേക്കുമായി അകത്തേക്കാക്കി. നീ കൊണ്ടുവന്ന ഈ കരണ്ടി വളരെ ഉപകാരപ്രദമായിരുന്നു. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞു, ഒരു ദിവസമില്ലെങ്കിലും ഒരു ദിവസം നീ കുടുങ്ങുമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് നീ കേട്ടേയില്ല. മോഷണം പോയ സ്വർണങ്ങൾ പിന്നെ പണമെല്ലാം എടുത്തുകൊണ്ട് അതുൽ തന്റെ വീട്ടിലേക്ക് വന്നു. സുഖദേവ് ആ കാശും സ്വർണവും കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു. അടുത്ത ദിവസം അതുൽ തന്റെ വീടിന്റെ വാതിൽക്കൽ ആ പാരമ്പര്യ കരണ്ടി കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വർണ്ണ നിറത്തിലുള്ള വെളിച്ചം വന്നു. അങ്ങനെ കരണ്ടി കളഞ്ഞുപോയി. ആ കരണ്ടി എവിടെ പോയിട്ടുണ്ട്? ഏതൊരു സാധനവും എക്കാലത്തിൽ ഇരിക്കണമോ അക്കാലത്തിലേക്ക് പോയിട്ടുണ്ട്. അത് ഇക്കാലത്തിലേക്ക് ചേർന്നതല്ലേ? ഇങ്ങനെ പറഞ്ഞിട്ട് സ്വാമിജി അവിടെ നിന്നും പോയി.